ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാനിന്ന് കുട്ടികൾക്ക് സ്കൂളൊന്നും ഇല്ല കേട്ടോ. അപ്പം അവർക്കിന്ന് സ്പെഷ്യലൊക്കെ ആയിട്ട് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാനിന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പോവുകയാണേ. അപ്പോൾ അതിന് നമ്മൾ ആദ്യം തന്നെ 4 മുട്ട ഒരു ചീഞ്ചട്ടിയിലേക്ക് പൊട്ടിച്ചൊഴിച്ചു നന്നാക്കിയിട്ടൊന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് പൊരിയണം, കാരണം നമ്മളത് അതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മളിതിലേക്ക് ക്യാരറ്റ്, ബീൻസും കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചമുളകും കൂടെ അതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ കോഴിമുട്ട ഇളക്കി കൊടുക്കുന്നുണ്ട്. മോൻട്ടൻ വന്ന് ഓരോന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓൻ എന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് നേരം അതിൻ്റെ മുകളിൽ ഓൻ കയറി നിന്ന് ഇളക്കുന്ന സമയം കൊണ്ട് നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചിക്കൻ, ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാട്ടോ. അപ്പോൾ ഞങ്ങൾ ചിക്കൻ വാങ്ങിച്ചാൽ ഇന്ന് ബോണൊക്കെ കട്ട് ചെയ്ത് ചെറുതാക്കി അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ അതിൽ കുറച്ച് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് സമയം കൊണ്ട് തന്നെ നമ്മൾ ആ കോഴിമുട്ട പൊരിച്ച് നന്നാക്കി നല്ല ഫ്രൈ ആയി വരണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ചപ്പ് ചൊയൊക്കെ ഒന്ന് മാറി കിട്ടണം കേട്ടോ. അപ്പോൾ ഇതാ ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിൽ തന്നെ കേട്ടോ നമ്മൾ അതൊന്ന് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിതാ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചൂടായ ശേഷം നമ്മൾ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ വെറുതെ ജസ്റ്റ് ഒന്നിങ്ങനെ ഫ്രൈ ചെയ്ത് വറുത്തെടുത്താൽ മതി. അത് അതിൽ കിടന്നിങ്ങനെ കുറേ സമയം അങ്ങനെ ഡീപ്പ് ഡ്രൈ ഒന്നും ആവണ്ട കേട്ടോ. അപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് അങ്ങനെയുള്ളൊരു ഫ്രൈ ആയിട്ട് ഇതാ ഏകദേശം ആയി തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ കുറച്ച് വലിയ കഷ്ണങ്ങളൊക്കെ തോന്നിയപ്പോൾ ഞാനതിങ്ങനെയൊക്കെ ചട്ടം കൊണ്ടൊക്കെ ഒന്ന് ജസ്റ്റ് പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതൽ സമയം ആവണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ അവർക്ക് സ്കൂളില്ലാത്ത ദിവസമൊക്കെ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സ്പെഷ്യലായിട്ട് വേണം. 3 ആളുണ്ടാവുമല്ലോ വീട്ടിൽ. അപ്പം ഇങ്ങനെ സ്കൂളില്ലാത്ത ദിവസങ്ങളിലൊക്കെ കേട്ടോ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ സാധാ കഴിക്കുന്ന ഫുഡൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത് ചിക്കൻ അങ്ങനെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ചെമ്പ് അടുപ്പത്ത്, ഈ ഒരു ചെമ്പിലാട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പം നമ്മൾ ആദ്യം തന്നെ ചെമ്പിലേക്ക് ഓയിൽ തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളിതിൽ കൂടുതൽ ഓയിലാണ് കേട്ടോ ചേർക്കുന്നത്. അങ്ങനെ വെളിച്ചെണ്ണയോ വേറെ എണ്ണകളൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ അതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബീൻസ്, അതുപോലെ തന്നെ ക്യാരറ്റ്, അതെല്ലാം കൂടി ഒന്ന് അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം നമ്മളിതാ കുറച്ച് സോയാ സോസ് ആട്ടോ ചേർക്കുന്നത്. അപ്പോൾ സോയാ സോസ് ചേർത്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ ഇതിനാണ് മെയിനായിട്ടുള്ള താരം. അപ്പോൾ നമ്മളിവിടെ ബസുമതി റൈസ് തിളപ്പിച്ച് ഊറ്റിയിട്ട് ഉപ്പിട്ട് തിളപ്പിച്ച് ഊറ്റിയെടുത്തതാണ്. നമ്മൾ വലിയ അരി ഉണ്ടല്ലോ, അപ്പം ആ ഒരു റൈസാണ് കേട്ടോ നല്ല പാകത്തിനാട്ടോ വെന്തിട്ടുള്ളത്. അപ്പം നമ്മളത് അതിലേക്ക് ഇങ്ങനെ തട്ടി കൊടുക്കുകയാണ്. നല്ല ചൂടുണ്ട് കേട്ടോ, കാരണം ഇപ്പം കൂടെ തിളപ്പിച്ച് ഊറ്റി വെച്ച സംഭവമാണല്ലോ. അപ്പോൾ ഒന്നായിട്ട് കഴിയുന്നില്ല കേട്ടോ. അപ്പം ഞാൻ കുറച്ചൊന്ന് തട്ടി കൊടുത്തു. അപ്പോൾ എന്നിട്ട് അതിന് ശേഷം കുറേശ്ശെ ആയിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ അതിന് ശേഷം ബാക്കി മുഴുവനും കൂടെ അതിലേക്ക് തട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അല്പം സോയാസും കൂടെ മുകളിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളുടെ സ്പെഷ്യൽ ഫ്രൈഡ് റൈസ് ആട്ടോ. നമ്മൾ ഹോം മെയ്ഡ് ഫ്രൈഡ് റൈസാണ്. അപ്പം ഞാൻ ആദ്യമായിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം എന്നാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു ഹോട്ടലിൽ നിന്ന് വാങ്ങുന്ന അതേ ഒരു ടേസ്റ്റിലും അതേ ഒരു കണ്ടൻറ്റും കൂടി ആയിരുന്നു കേട്ടോ. ഒരു മാറ്റവും ഇല്ല. അപ്പം ഞാൻ മല്ലിച്ചപ്പും പുതിനയൊന്നും അതിലിട്ടിട്ടില്ലേ. അപ്പം ഇതാ അടിപൊളിയായിട്ട് നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ധൈര്യമായിട്ട് ഒരു 10 ആൾ 20 ആൾ വന്നാൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റംസ് ആട്ടോ. നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മളെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇതുവരെ ഉണ്ടാക്കാത്ത ആളുകളാണെങ്കിൽ ഒന്ന് തീർച്ചയായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കണേ. കാണുമ്പോൾ തന്നെ നമുക്ക് വായിലിങ്ങനെ വെള്ളം ഊറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് ആര് വന്നാലും സെർവ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഡിഷ് തന്നെയാണ് കേട്ടോ. ഞാനൊരു ബൗളിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ടേ. അപ്പം മോന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ ഇത് രാവിലെ എപ്പോഴാണെന്നറിയോ, സമയം 10 മണി ആയിട്ടുള്ളൂ കേട്ടോ. രാവിലത്തെ ചായ അവൻ കുടിച്ചിട്ടില്ല. അപ്പം അവനിതാ ഈ ഒരു ഫ്രൈഡ് റൈസ് ആട്ടോ ചായക്ക് പകരം രാവിലെ തന്നെ കഴിക്കുന്നത്, ചായയും ഫ്രൈഡ് റൈസും. അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവൻ്റെത് ഫ്രൈഡ് റൈസാണ്. അപ്പം നമ്മൾ മയോണൈസ് അതൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ അവനത് കഴിക്കട്ടെ, രാവിലെ തന്നെ ആവുന്നല്ലേ ഉള്ളൂ, കുറച്ച് സമയം കഴിയട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അവൻ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഫ്രൈഡ് റൈസ് മതിയായിരുന്നു. അപ്പോൾ അവൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന് കഴിച്ചപ്പോൾ തന്നെ നല്ല ഇഷ്ടമായി കേട്ടോ. പിന്നെ ഇതിങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അവർ ഇടയ്ക്ക് ഇങ്ങനെ വന്ന് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിക്കണം തോന്നുമ്പോൾ അവർ ഈ ഒരു ഫ്രൈഡ് റൈസ് ഉച്ചേൻ്റെ മുന്നേ തന്നെ കഴിച്ച് തുടങ്ങിയേ. അവർക്ക് ഇഷ്ടപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനത്തെ ഫുഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ വേഗം കഴിക്കും കേട്ടോ. അപ്പോൾ ഞാനും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണും വരെ ബൈ, ടാറ്റാ, സീ യു.